എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? ഉണ്ട്, ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്. സുരേഷ് ഗോപിയുടെ 11 പേരടങ്ങുന്ന കുടുംബമോ, സുരേഷ് ഗോപിയുടെ ഡ്രൈവറോ, സുരേഷ് ഗോപിയുടെ അനുയായിയായ ബിജു പുളിക്കങ്കണ്ടത്തിലോ, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ തൃശൂർ മേഖലാ സെക്രട്ടറിയെ ഷാജി വരവൂരോ കുടുംബമോ ഇവരുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും ഈ ക്ലോസിൽ പെടുന്നവരല്ല. പെർമനന്റ് ആയ റെസിഡൻസ് അല്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് ആരും പറയാ. അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പതരല്ലേ. ഇത് കൂടാതെയാണ് വ്യാജ മേൽവിലാസം സൃഷ്ടിച്ച് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ആളുകളുടെ ലിസ്റ്റുകൾ ഉള്ളത്. അങ്ങനെയൊക്കെ വഴിയില്ല. ഇതിന്റെ ന്യായീകരണം എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന് സുരേഷ് ഗോപി മറുപടി പറഞ്ഞേ മതിയാകൂ. തുറന്ന് ഞാൻ തന്നെ പറയണോ? അല്ലേ, ഞാൻ പറയില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ സുരേഷ് ഗോപിയുടെ മുന്നിലാണ് നമ്മൾ വെക്കുന്നത്. സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ആക്രമിക്കുന്നു എന്ന് തോന്നുന്നതിന്റെ കാരണം ആക്രമിക്കപ്പെടാൻ നിങ്ങളിൽ എന്തോ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എവിടൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്ന നടന്നുണ്ട്. സുരേഷ് ഗോപി ഇതേപോലെ പൂരം കലക്കലിന്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ പലപ്പോഴായി ചോദ്യം ചോദിച്ചില്ലേ? അന്ന് സുരേഷ് ഗോപി നമ്മളുടെ മുന്നിൽ പറഞ്ഞത് പച്ച കള്ളമല്ലേ? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താ സുരേഷ് ഗോപി പറഞ്ഞത്? ഞാൻ ആംബുലൻസിൽ ഈ പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ടില്ല എന്നല്ലേ സുരേഷ് ഗോപി പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഒടുവിൽ റിപ്പോർട്ടർ ആ ദൃശ്യസഹിതം സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്ന് കയറുന്നത് കാണിക്കുമ്പോൾ സുരേഷ് ഗോപി എന്താ മറുപടി പറയുന്നത്? കാറിൽ വന്നിറങ്ങിയ താൻ കാലു വയ്യാത്തത് കൊണ്ട് സേവാഭാരതി ആംബുലൻസിൽ കയറി പൂരപ്പറമ്പിലേക്ക് വന്നു എന്നല്ലേ? അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. നമ്മൾ കണ്ടതല്ലേ? മാധ്യമങ്ങളോട് ഉത്തരം പറയാതെ പോകുന്ന സുരേഷ് ഗോപി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? ആ ഉത്തരം പറഞ്ഞേ മതിയാവൂ. കാരണം അങ്ങേ നമ്മൾ കണക്കാക്കുന്നത് കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും മാത്രമല്ല, ഒരു ഇന്ത്യ രാജ്യത്തെ ഉത്തമനായ ഒരു പൗരൻ എന്ന നിലയ്ക്കാണ്. എത്ര നല്ല ആള്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ആര് ശ്രമം നടത്തിയാലും, അതിന് താങ്കൾ അറിയാത്ത താങ്കളുടെ പാർട്ടി നടത്തിയാലും, ഇന്ന് അങ്ങനെയാണല്ലോ വിശദീകരിച്ചത്. സുരേഷ് ഗോപി എന്തറിഞ്ഞു? ഞങ്ങളല്ലേ ഇത് ചെയ്തത് എന്നാണ് പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ പറഞ്ഞത്. ബുദ്ധി വേണം, ബുദ്ധി. വീണ്ടും പറയുകയാണ്, 2029-ലും 34-ലും ഒക്കെ ഇതേപോലെ വോട്ടുകൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ കഴിയില്ല സാർ. അതാണ് ഞാനിവിടെ ഉദ്ധരിച്ച 1999-ലെ ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് മൻമോഹൻ സിംഗ് കേസിലെ ഗുവാഹട്ടി ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതൊരു തുടക്കം മാത്രം. ഒരു ചുക്കും സംഭവിക്കില്ല. പെർമനന്റ് ആയ റെസിഡൻസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളിൽ 11 പേരും തൃശൂർ മണ്ഡലത്തിലെ ഹബിച്വലായ പെർമനന്റ് ആയ റെസിഡൻസ് ആണോ സുജയ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആൻഡ് അനദർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇപ്പോൾ ഇതേ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയാണെന്നറിയാമോ സുജയ? തൃശൂർ കോർപ്പറേഷൻ വോട്ട് ചെയ്യാൻ സുരേഷ് ഗോപിയുടെ കുടുംബം ഇല്ല. അവരുടെ പേര് കിടക്കുന്നത് വട്ടിയൂർക്കാവിൽ ശാസ്തമംഗലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലാണ്. അതെങ്ങനെ? ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം, മംഗലത്തേക്ക് പോകും. പക്ഷെ ഒരു അബദ്ധം സംഭവിച്ചു. ലോക്സഭയിൽ നിന്ന് ആ പേര് മാറ്റണമായിരുന്നു. തദ്ദേശ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ നിന്നുള്ള പേര് നീക്കം ചെയ്യാതെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ കുടുംബമടക്കം ഇടം പിടിച്ചിരിക്കുന്നത്. അതെ, ഡോക്ടർ രാജേന്ദ്രൻ രവീന്ദ്രൻ സ്ട്രീറ്റ്, അതിന്റെ ഒരു കൺഫ്യൂഷൻ. ഇതൊന്നും അല്ലെന്ന് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇലക്ഷൻ കമ്മീഷൻ ഞാൻ സുജയ്ക്ക് സമയം വഴങ്ങും. ഞാൻ പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞാലും അതെന്നെ നിനക്ക് വല്ല വിവരം പോട്ടെ. ഇലക്ഷൻ കമ്മീഷൻ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെ ചിത്രം ഇന്ന് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ടല്ലേ കാണിച്ചത്? എന്താ? ബീഹാറിലെ SIRന്റെ ഭാഗമായിട്ട്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ട് 7 പേര് മരിച്ചതായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ആ 7 മരിച്ച വോട്ടർമാരെ ഇന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് കൊണ്ടുവന്ന് ചായ കുടിച്ചു. രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡെഡ് പീപ്പിളുമായി ഒരു ചായ കുടിക്കുന്നതെന്നാണ് പറഞ്ഞത്. നാണമില്ലേ എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. ഒരൊറ്റ കാര്യം, ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി കണക്കാക്കി ഇലക്ടറൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. അതങ്ങ് ബീഹാറിൽ. ഇവിടെ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുന്ന ആളുകളെ, തിരുവിപുരത്ത് വോട്ട് ചെയ്യേണ്ട ആളുകളെ, പാലായിൽ വോട്ട് ചെയ്യേണ്ട ആളുകളെ, ആലത്തൂരിൽ വോട്ട് ചെയ്യേണ്ട ആളുകളെ അവർ കൂട്ടത്തോടെ കൊണ്ടുവന്ന് തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് അന്തിമ പട്ടികയിൽ ഇടം പിടിപ്പിച്ച് ഇവിടുത്തെ 6 മാസത്തെ സ്ഥിരം വോട്ടർമാരായി, ജീവനക്കാരായി, ജീവിക്കുന്ന മനുഷ്യരായി കണക്കാക്കി ചിത്രീകരിക്കും. ഒരു ജനാധിപത്യം അട്ടിമറിക്കാൻ ഇതിലും അധികം വേണമോ?
ഒരൊറ്റ ചോദ്യം, നമ്മുടെ ജനാധിപത്യം അട്ടിമറിക്കാൻ ഇങ്ങനെ കേരളത്തിലുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോ എന്ന് വിചാരിക്കുന്നുവെന്ന് കരുതുക. വാരണാസിയിലേക്ക് കോൺഗ്രസ്സുകാരും CPMകാരും ഇവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു 5 ലക്ഷം വോട്ടർമാരെ കാശ് എത്ര മുടക്കിയാലും കുഴപ്പമില്ലെന്ന് കരുതി വാരണാസി മണ്ഡലത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് 6 മാസത്തിന് മുമ്പ് ചെലവും കൊടുത്ത് ചട്ടപ്രകാരം കൊടുത്ത് നരേന്ദ്രമോദിയെ തോൽപ്പിച്ചാൽ നടക്കുന്ന കാര്യം വല്ലതുമാണോ കുഞ്ഞാപ്പൂ? അത് ജനാധിപത്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ജനാധിപത്യം എന്ന ആശയത്തിന്റെ അടിവേരിറക്കുന്ന ഒന്നാണ്. അത് ആ മണ്ഡലത്തിലെ ആളുകളാണ് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത്. അതെ, അതാണ് വേണ്ടത്. ഇതാണ് നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ നേടിയത്. ഇങ്ങെടുക്കും എന്ന് പറഞ്ഞപ്പോ ഇത് ഇങ്ങനെ എടുക്കും എന്ന് നമ്മൾ കരുതിയില്ല. ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. ഇത് വല്ലാത്തൊരു എടുക്കലായി പോയി എന്ന് മാത്രമേ നമുക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളൂ. ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കും ഒക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. എന്റെ ചോദ്യം ഇതാണ് ഇപ്പോഴും, സുരേഷ് ഗോപിയുടെ കുടുംബം ആ മണ്ഡലത്തിലെ ഗുവാഹട്ടി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള പെർമനന്റ് ഹാബിച്വൽ റെസിഡൻസ് ആണോ അല്ലയോ? ഒറ്റ ചോദ്യം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല.